ഞങ്ങളുടെ കാശ്മീർ യാത്രയുടെ 3-ാം ദിവസമാണ്. ഇന്നാണ് ഞങ്ങൾ ട്യൂലിപ്പ് ഗാർഡൻ കാണാൻ വേണ്ടി രാവിലെ പോകുന്നത്. പക്ഷേ ഇന്നലെ 2-ാം ദിവസം ഗുൽമാർഗ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ട്യൂലിപ്പ് ഗാർഡൻ കാണാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇന്നലെ എല്ലാം ഡിലേ ആയതുകൊണ്ട് നടന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലത്തേക്ക് അത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം നമുക്ക് ട്യൂലിപ്പ് ഗാർഡൻ കാണാം. ഇവിടെ എത്തിയപ്പം ഏതാണ്ട് പൂക്കളുടെയൊക്കെ സീസൺ കഴിഞ്ഞു തുടങ്ങി. റെഡ് പൂ എല്ലാം ഏകദേശം എല്ലാം തന്നെ പോയിരുന്നു. കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും പിങ്ക് ഫ്ലവേഴ്സുമാണ് കാണാൻ പറ്റിയത്. കഴിഞ്ഞ മാസം വന്നിരുന്നെങ്കിൽ അത് കുറേ കൂടെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. ഏതായാലും പിന്നെ ക്ലൈമറ്റൊക്കെ നല്ലതായിരുന്നു. മൊത്തത്തിൽ അവിടെ കറങ്ങാൻ നല്ല രസമായിരുന്നു. എൻജോയ് ചെയ്തു. ആക്ച്വലി ഇന്ന് രാവിലെ തന്നെ പഹൽഗാം ആയിരുന്നു പോവേണ്ടിയിരുന്നത്. ഇന്നലെ ഗാർഡൻ കാണാൻ പറ്റാഞ്ഞുകൊണ്ടാണ് ഇന്ന് ഗാർഡൻ രാവിലെ ആക്കിയത്. ഇത് കഴിഞ്ഞിട്ട് പഹൽഗാമിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കിയപ്പം സമയം ഏതാണ്ട് ഉച്ചയോടടുത്തു. ഇനിയിപ്പോൾ പഹൽഗാമിലോട്ട് പോയാൽ 3-3.5 മണിക്കൂർ ദൂരമുണ്ട് പഹൽഗാമിലോട്ട്. ഈ സമയത്ത് പോയ ഏകദേശം ഒരു ഈവനിങ്ങിൽ അടുക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങളൊരു 2-3 ഫാമിലി എന്നാൽ പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല. കാരണം ഒരു മഴക്കാറുണ്ടായിരുന്നു. അവിടെ ചെന്ന് മഴയും കൂടിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇത്രയും യാത്ര ചെയ്ത് ചെന്നിട്ട് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഏതായാലും ഒന്നുകൂടെ നമുക്ക് കാശ്മീർ കുറച്ചുകൂടെ നല്ലൊരു കാലാവസ്ഥയിൽ നമുക്ക് വരണമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് പഹൽഗാമൊക്കെ പോയി കാണാം എന്നൊരു പ്ലാനിൽ ഞങ്ങളൊരു 2-3 ഫാമിലി പോയില്ല. ഈ കാണുന്ന ട്രീയുടെ പേരാണ് വില്ലോ ട്രീ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. ഞങ്ങൾ അതിൻ്റെ ചുറ്റും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ട്രീയുടെ തടി കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് സമയം ഞങ്ങൾ ആ ഗാർഡനിലെല്ലാം ചിലവഴിച്ചു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പട്ടാളക്കാരനെ കണ്ടു. കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ആ ലാൽ ചൗക്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തു. അവിടുന്ന് ഞങ്ങളൊരു ലോക്കൽ ബസ്സിൽ കയറിയിട്ട് ലാൽ ചൗക്കിലോട്ട് പോയി. അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് തിരിച്ച്
ഞങ്ങൾ അങ്ങോട്ട് ഹോട്ടലിലോട്ട് പോരുമായിരുന്നു ചെയ്തത്. ഈ കാണുന്നതാണ് ലാൽ ചൗക്കിലെ ഒരു പ്രസിദ്ധമായൊരു ക്ലോക്ക് ടവർ. ഇതിന് ചുറ്റും കടകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി വഴികളുണ്ട്. അതിനകം മുഴുവൻ ഷോപ്സാണ്. പക്ഷെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. പഴയ പോലെയല്ല, ഒരു വിലയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. മെസ്വാൻ എന്ന് പറയുന്നൊരു ഭക്ഷണം നല്ല എന്നൊക്കെ കേട്ടിട്ടാണ് കയറിയത്. ആടിൻ്റെ മീറ്റ് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ റൈസ് ഇട്ട് ഒരു ബിരിയാണി പോലെ ചെയ്യുന്ന ഒരു സാധനമാണ്. മീരി വസ്വാൻ എന്നറിയപ്പെടുന്ന ഫുഡാണ്. രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കാൻ അവർ തരുന്നത്. കഴിച്ചു നോക്കട്ടെ. ഇതിനകത്ത് എന്തൊക്കെ ഐറ്റമാണെന്നൊന്നും പിടിയില്ല. ചേമ്പ് പുഴുങ്ങി വെച്ച പോലെയൊക്കെ ഉണ്ട് ഓരോന്നും കണ്ടിട്ട്. ആണോ? അത് മീറ്റാണോ? ഓക്കെ. മെസ്വാൻ കുഴപ്പമില്ലായിരുന്നു. ഇതിന് 785 ഒരു ഇത് ഓർഡർ ചെയ്യുമ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ളതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ കടകൾ വഴിയൊക്കെ കുറേ നടന്നു, കുറച്ച് ഷോപ്പ് ചെയ്തു. ഞങ്ങൾ വഴിയിൽ ഇങ്ങനെ നടക്കുന്ന വഴി ഒരു കാശ്മീർ കാവ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടു. അവിടെ കയറി ഇരുന്ന് ഞങ്ങളൊരു കാവയൊക്കെ കുടിച്ചു. നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടന്ന് ആ ഭാഗമൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ ഹോട്ടലിനടുത്തുള്ള ആ വഴിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ കണ്ട ഒരു ബദാമും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ നിന്ന് മേടിച്ചു. അവിടുന്ന് ഞങ്ങൾ കുറച്ച് ബദാം കൂടുതൽ മേടിച്ചു. കാരണം ഒരു കൊച്ചു ടൈപ്പ് സൈസ് കുറഞ്ഞൊരു ബദാമാണ്, പക്ഷേ ഓയിൽ കണ്ടൻറ്റ് നന്നായിട്ടുള്ള ഒരു ബദാമാണ്. നമ്മുടെ ഇവിടെ അതങ്ങനെ കണ്ടിട്ടില്ല. അതിനുശേഷം ഒരു ഈവനിങ്ങോടുകൂടെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോന്നു. विशाल